ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രോപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാന്മാരെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. DC ദേവദാസ് ആൻഡ് ചന്ദ്ര ലേറ്റായിപ്പോയി ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലേറ്റായിപ്പോയി ഒരു സിനിമ കാണാൻ. കേട്ടോ, എന്നാ പടപാടായി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ എന്തോ പറയുന്നത്, ഞാൻ നമ്മുടെ തുടക്കം കഴിഞ്ഞ് ഞാൻ ഇച്ചിരി ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പം ഇത് നല്ലൊരു മിസ്സായിപ്പോയി കേട്ടോ. അത് സംഭവം വേറൊന്നുമല്ലടാ, അത് കാണേണ്ട ഒരു രീതി ഉണ്ട്. ഒരു നല്ല ലോക്കൽ ഒരു തിയേറ്ററിൽ കയറിയിട്ട് ഈ ഒരു സിനിമ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് ഒരു വേറൊരു സംഭവം തന്നെ കേട്ടോ. കാരണം ഇവിടെ കിടുപടം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ വയലൻസ് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എന്തോ പറയുന്നത്, ഇച്ചിരി ബ്രൂട്ടലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കയറിക്കോ, കണ്ണും പൂട്ടി കയറിക്കോ. പൊളിപ്പടമായത് അത് ഞാൻ നിങ്ങൾക്ക് എവിടെ വേണേലും സമ്മതിച്ചു തരാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാം ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ. കാരണം ഇതിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ഇതിൻ്റെ ഡയറക്ടർ എന്തുവാ അരുൺ മാത്തേശ്വരൻ, പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നൊരു സംഭവമുണ്ട് ഇതിനകത്ത്. ഇവിടെ കിടിലൻ സാധനമായിട്ട് അതൊക്കെ ചെയ്തത്. കാരണം ഇത് എനിക്ക് തോന്നുന്നു പുള്ളി നേരത്തെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് ഈ സംഭവം ലോക്കീനെ വെച്ച് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ലോക്കി അല്ലാതെ ഇതിനകത്ത് വേറെ ആരഭിനയിച്ചാലും ഈ ഒരു സംഭവം എനിക്കത് കിട്ടത്തില്ല. കാരണം ഞാനിത് ഈ സിനിമയുടെ ട്രailerും കാര്യങ്ങളും ഇറങ്ങിയപ്പം ഞാനങ്ങനെ എന്തുവാ പറയുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇതെന്താണ് സംഭവം, അത്ര വലിയ ഗുമ്മ് കാര്യങ്ങളൊന്നും കാണത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ സിനിമയ്ക്ക് കയറിയത്. പക്ഷേ പുള്ളിക്ക് എഴുത്തും ഡയറക്ഷനും മാത്രമല്ലടാ, പുള്ളിക്ക് അഭിനയിക്കാനും അറിയാം എന്ന് ഈ ഒരു സിനിമയിൽ കാണിച്ചു തന്നു. പിന്നെ ലോക്കീനെ പോലെ എടുത്തു പറയേണ്ട ഒരാളാണ് വാമിക. പുള്ളിക്കാരിയും കിടിലം സാധനമായിരുന്നു പുള്ളിക്കാരി. അതും കഴിഞ്ഞ് ഒരാളുണ്ട് ഈ ഒരു സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ കൊണ്ടുപോയ ഒരാൾ, അനിരുദ്ധ്. എൻ്റെ പൊന്നോ, ഇവിടെ എന്തുവാടാ BGMഉം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം പൊളി സാധനം, കിഡിലോസ്കി സാധനം. കാരണം ഓരോ 1/1 സീനിലും പുള്ളി കൊടുത്തിരിക്കുന്ന ഓരോ ട്രാക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതും ആ സ്റ്റൈലിഷ് ലുക്കിൽ, അല്ലെങ്കിൽ ആ ഒരു മാസ് സീനിലൊക്കെ കൊടുത്തിരിക്കുന്ന ഓരോ എന്തോ പറയുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറെ ലെവല് സാധനം കേട്ടോ തന്നെ. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ അത്ര പ്രതീക്ഷിച്ചില്ലടാ. കാരണം ഇതിൻ്റെ ട്രailer ഇറങ്ങിയപ്പോഴും ഞാൻ അത്രക്കും വലുതായിട്ടൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാനിത് പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ വലിയൊരു പ്രതീക്ഷകൾ വെക്കാതെയാണ് ഈ ഒരു സിനിമയ്ക്ക് കയറിയത് തന്നെ. ട്രailer കണ്ടപ്പോൾ പുള്ളിയുടെ ആ ഒരു ഇത് വെച്ച് ചിലപ്പോൾ പൊട്ടും എന്നുള്ളൊരൊറ്റ മൈൻഡായിരുന്നു. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പം ഒരു കാര്യം മനസ്സിലായി, പുള്ളിക്ക് അഭിനയിക്കാനും അറിയാം. പടം ഞാൻ ഇച്ചിരി ലേറ്റായിപ്പോയി, അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് പറ്റിയത്. ഇനി നിങ്ങൾ കാണാനുള്ളവരാണെങ്കിൽ OTT വെയിറ്റ് ചെയ്യാതിരിക്കുക, നിങ്ങൾ നേരെ തിയേറ്ററിൽ പോവുക, ഈ സിനിമ കാണുക. എടാ നല്ല കിടിലം പടം, സീരിയസ്ലായിട്ട് ഞാൻ പറയുക. നിങ്ങൾ തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് പോയി കാണേണ്ട ഒരു സാധനമാണ്. ഫാമിലി പടമല്ല. എനിക്ക് തോന്നുന്നു അത്യാവശ്യം വയലൻസും പിന്നെ അതുപോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം അതൊക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രം പോയി കണ്ടാൽ മതി എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഗൈസ്, നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക, കാണാൻ പോകാത്തവരാണെങ്കിൽ പോയി കാണുക എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അപ്പം അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരാം. ബൈ.